അപ്പൊ തുടങ്ങാല്ലേ? എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. ഈ മഹത്വചനം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പെയിൻ ഉണ്ടാവാനുള്ള കാരണം നീ തന്നെയാണ്. നിന്നെ കാമുകി തേച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്. നീ കരഞ്ഞേ പറ്റൂ, മറികടക്കണം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നിങ്ങൾ ഓടൂ, ചാടൂ, പറക്കൂ, ചിറക് വിരിച്ച് പറക്കൂ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എണ്ണീറ്റിട്ട് കൂട്ടുകാരായി നടക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. അവന്മാർ നിങ്ങളെ അവസാനം പറ്റിക്കും. വഴിയെ നമ്മൾ ഇറങ്ങുമ്പോൾ എത്രയോ കാറുകളുണ്ട്, എത്രയോ കാറുകൾ ആളുകൾ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞ റോൾസ് റോയ്സ് ആരെങ്കിലും പെട്ടെന്ന് കയറി സ്വന്തമാക്കുമോ? അപ്പൊ നിങ്ങളെ വാങ്ങാനുള്ള ആൾ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്, വരും എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടായില്ല? എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. ഈ മഹത്വചനം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? മോട്ടിവേഷൻ അല്ലേ? ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മുന്നോട്ട് പോകാൻ എത്രത്തോളം മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്? സെൽഫ് മോട്ടിവേഷൻ ആണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ആരും നമ്മൾ ഉപദേശിച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആവും എനിക്ക് തോന്നുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട്സ്, ഇതൊക്കെ കേട്ട ആൾക്കാർ എത്രത്തോളം മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്? എനിക്കറിയില്ല, ഞാൻ കാണാറില്ല. പക്ഷെ മനുഷ്യന്മാർക്ക് വേണമെന്ന് എനിക്ക് തോന്നിട്ട്. വേണമെന്ന് ചോദിച്ചാൽ അത് വേണമെന്നുള്ള ഞാൻ ഐഡിയൽ സംഗതി പറയല്ല. ആളുകൾ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ ഭയങ്കരമായി ത്വരയോടെ നടക്കുകയാണ്. കാരണം ഒരു കാര്യമില്ലാതെ നിങ്ങളെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ പേജുകൾക്കൊക്കെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. രാവിലെ വന്നിട്ട് നോക്കൂ, ശുഭദിനം പറയുന്ന കക്ഷിക്ക് എന്ന് പറഞ്ഞ ഫോളോവേഴ്സ് ഉണ്ട്. ആ പയ്യന് അമേരിക്കയിലെ മറ്റൊരു കക്ഷിയില്ലേ, ഷേവ് ചെയ്തിട്ടുള്ള, തലയൊക്കെ ഷേവ് ചെയ്തിട്ടുള്ള, കാനഡ കക്ഷി പറയുന്നത് മുഴുവൻ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ടുള്ള മഹത്വചനം അടിച്ചു നോക്കിയാൽ കിട്ടുന്ന സംഗതികളുണ്ടല്ലോ, അത് അദ്ദേഹം പറയും. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടുകാരായി നടക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. അവന്മാർ നിങ്ങളെ അവസാനം പറ്റിക്കും. പ്രേമമാണ് നിങ്ങൾക്ക് നിർത്താതെ പോകും. അത് മുഴുവൻ കേട്ടിട്ടും അങ്ങ് പറഞ്ഞ എത്രയോ ശരി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതിന് ഫോളോ ചെയ്യാനൊക്കെ ഒരുപാട് മനുഷ്യന്മാർ. പക്ഷേ മോട്ടിവേഷനെക്കാട്ടിലും കൂടുതൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയാറുള്ളതെന്ന് തോന്നുന്നു. എന്നാലും പുറത്തുനിന്ന് എന്തോ ഒരു ഫ്യൂവൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാർ. അവർ ഫോളോ ചെയ്യുന്ന ആളുകളെ കുറ്റം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യത്തിൽ കുറ്റം ഞാൻ പറഞ്ഞില്ല. എന്തൊക്കെയോ മുഴുവൻ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ നെഗറ്റിവിറ്റിയാണ്. പോസിറ്റിവിറ്റി പറയുന്ന ആൾക്കാരുടെ പുറകെ ആളുകൾ പോകും. സ്വാഭാവികമാണ്. അത് നമ്മൾ കാണുന്ന വാർത്ത, ഒരു ദിവസം നമ്മൾ കാണുന്ന വാർത്തകളിൽ എത്ര പോസിറ്റീവ് വാർത്തയുണ്ട്. പക്ഷെ ഇവരെല്ലാം പൊതുവൽക്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നൊരു വിമർശനം. അടുത്ത് നിൽക്കുന്ന ആരെയും വിശ്വസിക്കാതിരിക്കൂ. അവരുടെ പ്രശ്നം. ഞാൻ പറയുന്നതിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യരുത്. അവരെന്തോ പ്രശ്നം കൊണ്ടാണ് ആളുകൾ പോസിറ്റീവ് ആയിട്ട് കാര്യം പറഞ്ഞു അതിന്റെ പുറപ്പാണ്, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ അന്ധമായി വിശ്വസിക്കുകയും ഫോളോ ചെയ്യുന്നവർ മാത്രമേ കുഴപ്പമുണ്ടാകുന്നുള്ളൂ. പിന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത്, ഈ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മാനസിക തലം മനസ്സിലാക്കുക, അവരുടെ ജീവിത പരിസരം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനകത്തെ സങ്കീർണത മനസ്സിലാക്കുക, എന്നിട്ടൊക്കെ ഒരു തിയറിറ്റിക്കലി ആൻഡ് സയന്റിഫിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉപദേശിക്കേണ്ടത്. ജനങ്ങളെ പലതരത്തിലുള്ള ആൾക്കാരെ കേൾക്കുന്നത്. ഫുള്ളായിട്ട് ഒരൊറ്റ മോട്ടിവേഷനെ സ്പീച്ച് കേട്ടിട്ടുള്ളൂ. അത് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ സംസാരിക്കുന്ന 500 പേരിരിക്കുന്ന ഒരു സദസ്സിനോടാണ് സംസാരിക്കുന്നത്. 500 പേരോടും ഒരേ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊരു ബിസിനസ് മീറ്റായിരുന്നു. ആ ബിസിനസ് മീറ്റിൽ അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഉഷാറാക്കാം, അതാണ് ആ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ ഉദ്ദേശം. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ചൊരു കാര്യം, ആ 500 പേരിലും 500 പേരും 500 യൂണിവേഴ്സാണ്. 500 പേരുടെ 500 പ്രശ്നങ്ങളാണ്, 500 ജീവിതങ്ങളാണ്. അവർക്ക് ഈ അരമണിക്കൂർ സ്പീച്ച് എങ്ങനെ അവർക്ക് ഒരു പരിഹാരമാവുമെന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചത്. അത് ഒരു നമ്മുടെ ഒരു ഡോപ്പമിൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സാധനമാണല്ലോ അത്. നമ്മള് സ്വാഭാവികമായിട്ട് അല്ല, മോട്ടിവേഷൻ കേൾക്കുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കാം, നമ്മൾ കാലാകാലം അത് ഓർത്തുകൊണ്ടിരിക്കത്തില്ലല്ലോ. നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റിൽ ഇങ്ങനെ ഇരിക്കും, പിന്നെ അത് മറന്നു പോകല്ലേ ചെയ്യാം. അപ്പൊ ആ ഒരു ഊർജം, ഒരു എനർജി അറിയോ ഏതാണത്? അത് ഇന്ന് ആ മോട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ അവസാനം നമുക്ക് ഒരു മെസ്സേജ് വരും, നമ്മുടെ EMI അടയ്ക്കേണ്ട മെസ്സേജ്. അപ്പോഴാണ് നമ്മളിത് മറന്നു പോകുക. അപ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരിക. ഇത് കഴിഞ്ഞ ദിവസം പിഷാരടിയും ഈ സെയിം സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇത്തിരി ഇല്ലാത്ത കുട്ടി നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവനൊരു EMI എടുത്ത് വെച്ച് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവൻ്റെ എന്നുള്ളത്. അവനെന്ത് ജീവിതാനുഭവം ഉണ്ടെന്ന്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് റീല് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഹോളിലിരുന്ന് ഇത് കേൾക്കുമ്പോഴോ നമുക്ക് ശരിയാണ് ഡോപ്പമിൻ ഇത് കിട്ടും, ഹൈ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അത് എന്തുമാത്രം മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇയാളുടെ ഇല്ലേ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ വീഡിയോ കാണുമല്ലോ, വലിയ ഒട്ടകത്തെ പൊരിക്കുന്നതും മുതലേ വറക്കം നോക്കിയാൽ പുള്ളി കാണിക്കുന്നത്, തമാശ പറഞ്ഞ
നമ്മളതെല്ലാവരും ഇരുന്ന് കാണും എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ മുതലേ വർക്കോ ഇല്ല. അപ്പോൾ നമുക്കത് കാണാനുള്ള രസം. ഇപ്പോൾ ഒരു മനുഷ്യൻ മോട്ടിവേഷൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മഹത്തരമാണ്, അത് മറ്റാർക്കും കയ്യിൽ വെച്ച് കൊടുക്കരുത്, നിങ്ങളുടെ സന്തോഷത്തിന് താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന എല്ലാ സംഗതികളും ജീവിതത്തിൽ പകർത്താനല്ല, നമ്മൾ ആസ്വദിക്കാൻ കൂടിയാണ് കാണുന്നത്. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ കേൾക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണെന്ന് ഇപ്പോൾ പ്രീതി സെൻ്റെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രമേഷ് പിഷാരുടെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ മാത്രമൊന്നുമല്ല, പൂർണ്ണമായിട്ടല്ല, അത് ചുമ്മാ തോന്നുന്നതാണ്. നമ്മൾ ഒരു കുടുംബജീവിതമായിട്ട് ജീവിക്കുന്നതെങ്കിൽ അല്ലേ, ശരിയല്ലേ? നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഭാര്യ, അവരെല്ലാം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോലിൻ്റെ ഒരു പോർഷൻ പിടിച്ചിരിക്കുകയാണ്. അവർ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ രസമാണ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്, അത് മറ്റാർക്കും കൊടുക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും പറ്റില്ല. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം വെറും ഫിലോസഫി ആയിട്ട് തോന്നാറുണ്ട്. ഒട്ടും പ്രാക്ടിക്കൽ അല്ല പരിപാടി, ചുമ്മാ കേട്ട് വിട്ട് കളയാം. പിന്നെ ഈ ഒരു ഇൻസ്റ്റാ ട്രെൻഡിന് വേണ്ടിയിട്ട് വൈറലാവാൻ വേണ്ടി മാത്രം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ജനിക്കുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നിയിട്ടുണ്ട്. നല്ല റിവർബ് ഓഡിയോ ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് മ്യൂസിക് ആഡ് ചെയ്ത് പറയും. പക്ഷേ മോട്ടിവേഷൻ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലത്തോടെയാണല്ലോ ഈ മോട്ടിവേഷൻ സ്പീച്ചിന് ഭയങ്കരമായ പോപ്പുലാരിറ്റി ഉണ്ടാകുന്നത്. അതിന് മുമ്പ് മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മൾ ആരെയും മോട്ടിവേറ്റ് ചെയ്യുക? കൗൺസിലേഴ്സാണ്. നമുക്കൊരു മാനസിക പ്രയാസം വരുന്നു, സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. പ്രൊഫഷണൽസ് പക്ഷേ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൗൺസിലേഴ്സ് ചെയ്യുന്നതും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മറ്റവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ കൂടുതലായി കേൾക്കുകയാണ്, പറയുകയല്ല. കൗൺസിലേഴ്സിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുക, അയാൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവർ നല്ല കേൾവിക്കാരാവുകയാണ്, വളരെ അപൂർവമായിട്ട് അവർ തിരിച്ച് ചോദ്യം ചോദിക്കും. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അത് അടുത്തൊരു സെഷനിലേക്ക്, അയാളുടെ സംസാരത്തിൻ്റെ അടുത്ത സെഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായിരിക്കും. അല്ലെങ്കിൽ വേറെ ചില ലെയറുകൾ അറിയാൻ വേണ്ടിയായിരിക്കും ആ ചോദ്യം ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പോലും അത്ര പ്രസക്തിയുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെന്തോ കാര്യത്തിൽ ഉപദേശിക്കുകയല്ല കൗൺസിലേഴ്സ് ചെയ്യുക. നമ്മളെ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുകയും സ്വയം മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ നമ്മളെ ക്യാപ്പബിൾ ആക്കുകയാണ് ശരിക്കും കൗൺസിലേഴ്സ് ചെയ്യുന്നത്. നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പിന്നീട് ഒരു ആവശ്യത്തിന് പോകേണ്ട വരില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രാപ്തരാക്കുകയാണ് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഓൺലൈൻ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. എന്നും അവരുടെ രാവിലെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് അവർ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ കൗൺസിലിങ്ങും ഈ പറയുന്ന മോട്ടിവേഷൻ നമ്മൾ വ്യത്യാസം പറയാൻ കാരണം എനിക്ക് അതാണ് തോന്നുന്നത്. ഈ ടോക്സിക് പോസിറ്റിവിറ്റി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചിലപ്പോൾ ഒരാൾ പറയാണ്, എനിക്ക് ഭയങ്കരമായ മനോവിഷം, എന്നെ കാമുകി ഇട്ടേച്ച് പോയി, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് ഭയങ്കരമായ ഡിപ്രഷൻ വരുന്നു, ഭയങ്കര പെയിൻ ഉണ്ടാവുന്നു. പെയിൻ ഉണ്ടാവാനുള്ള കാരണം നീ തന്നെയാണ് എന്നാണ് മോട്ടിവേഷണൽ സ്പീക്കർ പറയുക. അതായത് അവൻ്റെ കുറ്റം കൊണ്ടാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. നീ അതിനെ മറികടക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷെ മറ്റേ കൗൺസിലർ എന്താ ചെയ്യുക? ഇയാളുടെ പ്രശ്നം, അതായത് ആ പെയിൻ റിയലാണ്, അയാൾക്കുണ്ടാവുന്ന പെയിൻ റിയലാണ്, അതിനെ അക്നോളജ് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. ഇത് മറ്റവരങ്ങനെയല്ല ചെയ്യുക. നിന്നെ കാമുകി തേച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്, നീ കരഞ്ഞേ പറ്റൂ, മറികടക്കണം, എഴുന്നേറ്റ് വാടാ എന്നൊക്കെയായിരിക്കും പറയാം. ആക്ച്വലി എന്താണ്, ആ പെയിൻ റിയൽ ആണെന്നും അത് അക്നോളജ് ചെയ്യണം ആദ്യം വേണ്ടത്. പെയിൻ സ്വാഭാവികമാണ്, നമുക്ക് അതിനെ മറികടക്കാന്നാണ് കൗൺസിലേഴ്സ് പറയാം. ഇതാണ് ഇതിന്റെ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. രണ്ട് പെഗടിച്ച കഴിയാവുന്ന ഡിപ്രഷനെ നിനക്കുള്ളൂ, ഇതാണ് മറ്റൊരു പറയാം. അല്ല, അത് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുന്ന സംഗതി എങ്ങനെ വേണം എന്നുള്ളത്. ചില ആൾക്കാർ പറയും, നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോലും നിങ്ങൾ പരസ്പരം സംസാരിച്ചാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രിപ്പ് പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതല്ല, മറ്റേതെന്ന് വെച്ചാൽ സൈക്കോളജിക്കലി ഓരോരുത്തരെയും കേൾക്കുകയും അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ഒരു കേസ് മൊത്തം അവർ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പരിഹാരം വേണമെന്ന് തീരുമാനിക്കുക. ഇതങ്ങനെയല്ല, നേരത്തെ പറഞ്ഞാൽ ഒരു ഹോളിലിരിക്കുന്ന 500 പേർക്കുമായിട്ട് ഒറ്റ ഒരു പാക്കറ്റ് ഗുളിയെ പൊട്ടിച്ച് വെതറുകയാണ്, ഇതെടുത്ത് കഴിച്ചു നോക്കാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു നമ്മളൊരു ഭയങ്കര കൺസേർട്ടൊക്കെ കേൾക്കുന്ന പോലെ കേൾക്കാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനോഹരമായ അൻഷാദിനറിയാം, അൻഷാദ് എന്നല്ലേ അയാളുടെ പേര്. ഭയങ്കര തമാശ പറയും, തമാശകളാണ് പറയും. പുള്ളി ഒരു അതിഗംഭീര ഒരു ഹൈലി പ്രൊഫഷണൽ മോട്ടിവേഷനാണോ പുള്ളി ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കതിനകത്ത് തർക്കമുണ്ട്. പക്ഷേ അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അൻഷാദ് ഗുരുവായൂർ എന്ന് മറ്റോ, അഭിഷാദ് ഗുരുവായൂർ പുള്ളിയുടെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ അതൊരു ഷോയാണ്. അപ്പോൾ അതിൽ പുള്ളി സ്കൂളിൽ വരും, കോളേജിൽ വരും, അവിടെയൊക്കെ പുള്ളി തമാശകൾ പറയും, പുള്ളിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട തമാശ പറയും, ചിലർക്ക് പൊളിറ്റിക്കൽ പ്രശ്നമുള്ള തമാശയും പറയും. ബട്ട് ആളുകളെല്ലാവരും എൻജോയ് ചെയ്യും. ഫുൾ ടൈം ഒരു രസികം പരിപാടി, ഒരു സ്റ്റാൻഡപ്പ് കോമഡി പോലെയാണ് പുള്ളി ചെയ്യുക. അതിനിടയ്ക്ക് കുറച്ച് സംഗതിയും പറയും. ബട്ട് അങ്ങനെ മോട്ടിവേഷനായി എടുത്ത് ജീവിതം മൊത്തത്തിൽ കരുപ്പിടിപ്പിക്കാനുള്ള അവിടെ അല്ല ഊന്നൽ. നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷവും ഈ പറഞ്ഞ ഒരു ഡോപ്പമിൻ ഹൈയും അതൊക്കെയാണല്ലോ ഇത്തരം പരിപാടികളോട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വാലിഡേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പരിപാടി ചെയ്ത് കഴിയുമ്പോൾ തോളത്തിട്ടിട്ട് കൊള്ളടാ നീ ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് റിയൽ ആയിട്ടൊരു മോട്ടിവേഷൻ തന്നിട്ടുള്ളത്.
എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ജഗതിയുടെ ഒരു മെയിമുണ്ട് ട്രെൻഡിങ് ഉണ്ട്, ഉണ്ട്. ആയിട്ടുള്ളത്. നിങ്ങൾ ഓടൂ, ചാടൂ, പറക്കൂ, ചിറക് വിരിച്ച് പറക്കൂ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എണ്ണീറ്റിട്ട് അല്ലേ നാളെ ആവട്ടെ ആ സാധനം ഞാനൊക്കെ ആ ലെവൽ എനിക്ക് കിട്ടിയ മോട്ടിവേഷനൊക്കെ കിട്ടും. പക്ഷേ ഈ നാളെ ആവട്ടെ എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തും. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും ബാനുവിന് കുറച്ച് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് എനിക്ക് വല്ലാത്ത മോട്ടിവേഷൻ ആയിരുന്നു കിട്ടിയത്. നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് ഈ പെണ്ണ് എന്താ ഒരു ഇറിറ്റേഷൻ ആണ്, എന്നിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നില്ലേ. അത് കലക്കി അല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നിങ്ങളെ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആരാധകർ അസ്വസ്ഥരാകുന്നു. അത് പറഞ്ഞു. അതെ, നിങ്ങളുടെ ആരാധകർ അസ്വസ്ഥരാകുന്നു. ഞങ്ങളുടെ നിഷാദിനെ പറയാൻ നീ ആരാ, പക്വതയില്ലാത്ത കുട്ടി എന്നൊക്കെ അങ്ങനെയൊക്കെ വരും കമന്റ്. അറ്റ്ലീസ്റ്റ് കുട്ടീനെ വിളിച്ചില്ലേ, അത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. ഈ പ്രായത്തിൽ അത് കേൾക്കാൻ പറ്റില്ല. ഏതെങ്കിലും പ്രായമുള്ള മനുഷ്യന്മാരായിരിക്കും അത് വിളിക്കുന്നത്. പക്ഷേ ഈ മോട്ടിവേഷൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ സുൽത്താന പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് മോട്ടിവേറ്റ് ചെയ്യുക, വാലിഡേഷൻ നടത്തുക, ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നതിലൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെയുള്ള പ്രശ്നമുണ്ടല്ലോ. മനുഷ്യന്മാരെ കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു, എപ്പോഴും ചെയ്ത കാര്യങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെല്ലാം അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിശുക്കുള്ള ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജില്ലകൾ തിരിച്ചു പോലും ആ വ്യത്യാസമുണ്ട്. സീരിയസ്ലി ഉണ്ട് ആളുകളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞതിൽ. ഞാൻ നേരത്തെ കോട്ടയം പത്തനംതിട്ട ജില്ലയിലേക്ക് പോയിക്കോ, നിങ്ങളൊരു ഗംഭീര ഷോ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിഗംഭീരമായ ഒരു ഷോ നടത്തി. ആൾക്കാർ മുഴുവൻ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, കൈയടിക്കാൻ പോലും മടിയാണ്, ഭയങ്കര മടിയാണ്. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഗംഭീരം ചോദിച്ചാൽ നല്ല വെളിപ്പ ഇത്ര കാണിക്കുള്ളൂ. പിന്നെ നിർബന്ധിച്ചാൽ പറയും കൊള്ളാം നല്ല വെളിപ്പ, അതാണ് മറ്റേ കക്ഷി പറഞ്ഞു. അപ്പോൾ ആളുകൾ കാണുന്നവർക്കുള്ള, ഞാൻ പറഞ്ഞത് ജില്ലകളുടെ പ്രശ്നമല്ല, പൊതുവേ മലയാളികൾക്ക് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്. ഇപ്പോൾ ഈ റീജിയൻ്റെ വ്യത്യാസം നേരത്തെ ഇപ്പം നമ്മുടെ ഈ അപ്രീഷിയേഷൻ്റെ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഓഫീസിലും നല്ലൊരു പെർഫ്യൂം വിയർ ചെയ്തിട്ട് വന്നിരിക്കട്ടെ, കൊള്ളാം നല്ല പെർഫ്യൂം എന്ന് ആരെങ്കിലും പറയും, മണത്ത് നോക്കും, അല്ലെങ്കിൽ നല്ല ഡ്രസ് ഇട്ട് വന്നു, അത് കൊള്ളാമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സൂര്യോ ആണെന്ന് തോന്നുന്നു അല്ലയോടാ, സാധാരണ ഓഫീസുകളിൽ നിന്നും. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര മോട്ടിവേഷനാണ് തരുന്നത്. അത് നമ്മളെന്തെങ്കിലും കാര്യത്തെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനുള്ള റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ടൂർ പോകണമെന്ന് ആലോചിച്ചു എന്നാൽ പിന്നെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന പാക്കേജ് എടുക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ. അതൊരു ഓൺലൈൻ മോട്ടിവേഷൻ ആണ്. കോംപ്ലിമെന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോംപ്ലിമെന്റ് കിട്ടാതായ മലയാളികൾ ഹോൾസെയിലായിട്ട് കോംപ്ലിമെന്റ്സിന് വേണ്ടിയാണ് ഈ. പക്ഷെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു, അതൊരു സന്തോഷമാണ്, വേറെ സന്തോഷത്തിന്റെ. തീർച്ചയായിട്ടും അടുത്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജമുണ്ട്. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. സന്തോഷിക്കാനും നല്ലത് കേട്ടാൽ സന്തോഷിക്കാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യന്റെ ചിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും നമ്മളൊരാളുടെ സന്തോഷം എടുത്ത് പ്രസന്റ് ചെയ്താൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ലെവലിലേക്കല്ലല്ലോ നിൽക്കുന്നത്. നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങണം, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് ഓഫീസിൽ വരിക, ഒരാളും അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒരാളും മൈൻഡ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും ഡെസ്പാവും. നമ്മൾ നല്ലൊരു പെർഫ്യൂം സെലക്ട് ചെയ്തു, അതടിച്ചു, ഒരു മനുഷ്യൻ അത് മൈൻഡേ ചെയ്യുന്നില്ല, അത് തീർച്ചയായിട്ടും നിരാശ വരും. അത് ശരിക്കും അങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ വരുന്നത് കൊണ്ടല്ലേ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മളൊരു ഡ്രസ്സ് ഇട്ട് നമ്മൾ അടിപൊളിയാണെന്നും പറഞ്ഞിറങ്ങിയാലോ, അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. തീർച്ചയായിട്ടും നല്ല ആറ്റിറ്റ്യൂഡാണ്. ജോലിയുടെ കാര്യത്തിലോ ബാനു ചെയ്യുന്ന ഒരു നല്ല വർക്ക്, ഇവിടെ ഒരു അടിപൊളി വർക്ക് ചെയ്തു, അത് കിട്ടില്ലേ പ്രശ്നം, പ്രശ്നം വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ്സിങ്, ഒരു നല്ല പെർഫ്യൂം, അല്ലാതെ നമ്മുടെ ലുക്ക് ബേസ് ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒരു പുഷ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മോട്ടിവേഷണൽ കോട്ട്സ് ഒന്നും കേൾക്കാത്തല്ല, നമുക്ക് മോട്ടിവേഷണൽ കോട്ട്സ് ഒന്നും ആവശ്യമില്ലാത്തൊരു ലെവലിലേക്ക് നമ്മൾ ജീവിതത്തിൽ എത്തുമ്പോൾ. അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും മനുഷ്യൻ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോട്ടിവേഷനൊക്കെ ആവശ്യം വരും. അങ്ങനെയുള്ള പല ഘട്ടങ്ങളും. ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ഒരിക്കലും മോട്ടിവേഷൻ ആവശ്യമില്ലാതെ ജീവിച്ചു മരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. വാക്കുകൾ ആവശ്യം വരും, മോട്ടിവേഷൻ ആവശ്യം. ഞാൻ പറയുന്നത് ആ മോട്ടിവേഷൻ മറ്റൊരാളിൽ നിന്നാണോ, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ നമ്മൾ ക്യാപ്പബിൾ ആവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് വേറൊരാളെ കേൾക്കേണ്ടി വരില്ല. നമ്മുടെ വായനയിൽ, നമ്മുടെ നിരീക്ഷണങ്ങളിൽ, നമ്മുടെ ഒബ്സർവേഷനിൽ നിന്ന് ഇതെല്ലാം നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും. ഞാനെന്താ പറഞ്ഞു, നമ്മൾ സാധാരണ ഈ കേൾക്കുന്ന മോട്ടിവേഷനൊന്നും നമുക്ക് നമ്മുടെ സാഹചര്യത്തോട് യോജിക്കാത്ത തരത്തിലുള്ളതാണെങ്കിലോ. ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നത്, എനിക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പരിപാടി, ആ മോട്ടിവേഷന് വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളില്ല, അത് ഒരിക്കലും എനിക്ക് കണക്റ്റ് ആയിട്ടില്ല, വ്യക്തിപരമായിട്ട് എനിക്ക് കണക്റ്റ് ആയിട്ടില്ല. അതേസമയം അത് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന ആളുകൾ കൗൺസിലേഴ്സാണ്. കൗൺസിലേഴ്സ് ഒരാളുടെ ഒരു വ്യക്തിയുടെ പ്രശ്നം കേൾക്കുകയും അവരെ കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രൊഫഷണലിപ്പാണ് ഞാൻ കുറേ കൂടി സയൻറ്റിഫിക് ആയിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മോട്ടിവേഷൻ ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന സാധനം അല്ലാത്തതാണ് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ തരാറുള്ളത്.
അതിൽ പറഞ്ഞതാണ് ഈ പറഞ്ഞ നല്ലതായിരുന്നു നീ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ പറയുന്ന സാധനം അന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് നിൽക്കാൻ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്തേക്കും. ഈ ഓൺലൈനിലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ശരിക്കും അതൊരു റേസിൻ്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടില്ലേ? ഒരു ആൾക്കാർ അവരുടെ അച്ചീവ്മെൻറ്റ്സ് തുറന്ന് കാണിക്കുന്നു, നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല, ഇന്ന പ്രായത്തിൽ ഇന്നതൊക്കെ അച്ചീവ് ചെയ്തിരിക്കണം, ഞാനിപ്പോൾ കാറ് വാങ്ങി, അപ്പം നമുക്ക് സ്വയം ഒരു തോന്നൽ വരത്തില്ലേ, എനിക്കും ആ സെയിം പ്രായമാണല്ലോ, ഞാൻ എന്ത് ചെയ്തു ജീവിതത്തിൽ എന്നൊരു തോട്ട് ആ ഭാഗത്തിലേക്ക് വരത്തില്ലേ? ഈ മോട്ടിവേഷൻ്റെ ആൾക്കാർ പറയുന്നത് മുഴുവൻ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ. ഞാനത് പച്ചയ്ക്ക് വിമർശിക്കുകയാണ്. മനുഷ്യവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്ക് എത്ര വയസ്സായി? 40 വയസ്സ്. ഓക്കെ, 40 വയസ്സിൽ നീ എന്ത് നേടി എന്നൊരു മനുഷ്യനോട് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ ഭയങ്കരമായ നിരാശയിലേക്ക് പോയി കളയും. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയാൾ കുറേ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയെങ്കിൽ പോലും അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അനിൽ അംബാനിയെ പോലെ ആയില്ലല്ലോ, ഞാൻ മുകേഷ് അംബാനി പോലെ ആയില്ലല്ലോ എന്നൊക്കെ അയാൾക്ക് ചിന്തിക്കാമല്ലോ. അവരൊക്കെ ആ പ്രായത്തിൽ കോടീശ്വരന്മാരായി, ഞാനായിട്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു മനുഷ്യൻ നിരാശയുടെ പടുവിലേക്ക് പോകും. അപ്പോൾ ഒരാളെന്ത് നേടി എന്ന് ചോദിക്കുന്നത് ചില സമയത്ത് വൻ ടോക്സിസിറ്റിയാണ്. അയാളുടേതായ സാഹചര്യങ്ങളിൽ നിന്ന് അയാൾ വൻ നേട്ടമായിരിക്കും. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പ്രായത്തിൽ സക്സസ്ഫുൾ ആണ്? ഞാൻ പറയും, ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മളൊന്നും ആവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. പണിയെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഇല്ല. നമുക്ക് വേണ്ടി ആരും ഉരുട്ടി തന്നിട്ടില്ല, നമുക്ക് വേണ്ടി നമ്മളെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. നമ്മളെ എന്തെങ്കിലും ഒരു ചാൻസിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സെൽഫ് മെയ്ഡ് ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അനിൽ അംബാനിയേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ മോട്ടിവേഷൻ എവിടെയാണ് ആവശ്യം, എങ്ങനെയാണ് ആവശ്യം, എന്തിനാണ് ആവശ്യം എന്നുള്ളത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ഡോസ് കൊടുക്കണം? പക്ഷേ ഈ പ്രശ്നമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലേ, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അനിൽ ബാലകൃഷ്ണന്റെ കാര്യം. ബാലകൃഷ്ണൻ ഹൈ റേഞ്ചിൽ ചിലപ്പം എന്ത് നേടി, നീ ഇത്രയും പരാജയപ്പെട്ടു പോയില്ലേ, നീ കസ്റ്റമറെ പറ്റിക്കാൻ ഇനിയും പഠിച്ചിട്ടില്ലടാ ബിസിനസ്സുകാരെന്നൊക്കെ പുള്ളി ചോദിച്ചു കളയും. അപ്പോൾ കസ്റ്റമറുടെ പുറകെ നടക്കുന്ന ബിസിനസ്സുകാരെല്ലാം അതെ മണ്ടന്മാരാണെന്നല്ല, തെണ്ടികളാണെന്ന് പുള്ളി പറഞ്ഞേ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കൈയടിക്കാൻ ആളുണ്ട്, പറയുന്ന ലോജിക് ഒന്നും നോക്കാതെ അത് കൈയടിക്കുന്ന ആളുണ്ട്. ഈ പ്രത്യേക ഇൻസിഡൻസിന്റെ അതിനുശേഷം പുള്ളിക്ക് കയ്യടിയല്ല, കർണത്തടിക്കാൻ ആൾക്കാർ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ കാലം പുള്ളി പുറത്ത് കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സജീവമാണ്. ഞാൻ പറഞ്ഞ അയാത് ടോക്സിക് ആയിട്ട് ഇത് പറയുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായി ചില സമയത്ത് അധിക്ഷേപകരമായി പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനെ ഏറ്റെടുക്കാനും അത് ഭയങ്കരമായിട്ടുള്ള എനർജിയും ആൻഡ് പ്രചോദനവും തരുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പുള്ളിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. പുള്ളി ഇപ്പോഴും ഒരുപാട് സെഷൻസ് നടത്തുന്നുണ്ട്. ഭയങ്കര ഹൈപ്പേഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അയാളെ വിമർശിക്കുന്ന നിഷാദ് ബലനോയിൽ നടക്കുന്നു, അയാൾ റോൾസ് റോയ്സിൽ നടക്കുന്നു. യെസ്, അത് ശരിയാണ്. അയാൾക്ക് പക്ഷേ ഇവർ മുന്നേ കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റുകൾ ഉണ്ടല്ലോ, അതനുസരിച്ച് തന്നെയാണല്ലോ ഇപ്പോഴും ഇവർ ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ കാലം മാറി അനുസരിച്ച് കുട്ടികളുടെ ഒരു സ്റ്റൈല് മാറി, അവരുടെ ചിന്ത മാറി, അവരുടെ സക്സസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ വേറെയാണ്. നമ്മളൊക്കെ ഉണ്ടായിരുന്നപ്പം കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ ഒരിടത്തെത്തൂ, പറക്കൂ, നേടൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണല്ലോ. ഇന്ന് കുട്ടികൾക്ക് കഷ്ടപ്പെടേണ്ട, ഒരു പ്രിയവാര്യർ എങ്ങനെയാണ് ഫേമസ് ആവുന്നതോ ഒരൊറ്റ കണ്ണിറുക്കലിലാണല്ലോ വൈറലാവുന്നത്. അത് അവർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, വേറെ രീതിയിൽ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സക്സസ് ആണല്ലോ ഇന്നത്തെ കുട്ടികളുടെ ലക്ഷ്യം. അതിന് ഈ കഷ്ടപ്പാടിന്റെ ആവശ്യമുണ്ടോ, ഈ മോട്ടിവേഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കണ്ണിറുക്കണം. പറഞ്ഞപ്പോ ഇപ്പൊ ജി എക്സാം എഴുതി ടോപ്പേഴ്സായ കുറച്ച് കുട്ടികളുടെയൊക്കെ റീല് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പേഴ്സ് ഒന്നും അവർ ചിയർ ചെയ്യുന്നില്ല. അതായത് അവർ ഒരു വലിയ അച്ചീവ്മെന്റ് നേടിയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവർ ചിയർ ചെയ്യുന്നില്ല. ആൾക്കാർ ഡാൻസ് കളിക്കാൻ വരുമ്പോൾ അവർ 2 സ്റ്റെപ്പ് ഇടുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പഠിക്കുക എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് വരികയാണ്, അറ്റ് വാട്ട് കോസ്റ്റ്, എന്തിനു വേണ്ടിയാണ് ഇത് നേടിയത് എന്നുള്ള ഒരു സന്തോഷം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് വേറെ ഡാൻസ് ചെയ്യുമ്പോഴാണ് എല്ലാത്തിന്റെയും സെലിബ്രേഷൻ നമ്മൾ വിചാരിക്കാനും പാടില്ല. വെറുതെ ചുമ്മാ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന് ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു അത് പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, എനിക്ക് വെറുതെ ഇരിക്കാനാണ് സന്തോഷം കിട്ടുന്നത്, വെറുതെ ഇരിക്കാനാണ് എനിക്ക് സന്തോഷം. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഉബൈദ് വരുന്നത് വെയിറ്റ് ചെയ്താലും ഇരിക്കാലോ. ഉബൈദില്ല പൈസ. അതെ, തീർച്ചയായിട്ടും രണ്ടുപേരും ഫോളോ ചെയ്തിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. പക്ഷെ സോഷ്യൽ മീഡിയ എന്നാണ് ഈ പറഞ്ഞ കാര്യം ഉയർന്നു വന്നത്. നമ്മൾ പണ്ടൊക്കെ ഹോബീസ് ആണെന്ന് കരുതിയിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നു. ഇപ്പോൾ ആൾക്കാർ പോട്രി ക്ലാസ്സിന് പോകുന്നു, മറ്റേ ക്രോഷറ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നു. ഈ പറഞ്ഞ പോലെ ചട്ടികലം ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കുന്നവരല്ല. പക്ഷെ ഇതിങ്ങനെ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോൾ അതിൻ്റെ പുറകെ പോയേ പറ്റൂ എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടോ ഏതെങ്കിലും ഹോബി? സത്യമായും ഇല്ല.
ഒരു പണി എടുക്കുന്നില്ല ഞാൻ എന്നുള്ള സത്യം. സീരിയസ്ലി എന്തിനാണ് ആരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് ആരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ടത് പറ്റുന്നില്ല. എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, മോട്ടിവേഷണൽ സ്പീക്കർക്ക് പൂർണ്ണ വിജയം സാധ്യമല്ലെന്ന്. എന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റണമല്ലോ. ആ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് എന്നെ ജിമ്മിൽ പറഞ്ഞു വിടാൻ പറ്റണം, അല്ലെങ്കിൽ എന്നെ ഡയറ്റ് പൂർണ്ണമായിട്ടും കീപ്പ് ചെയ്യാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിഷാദ് കാർഡ് ഷുഗർ കട്ട് എന്തായി? ഷുഗർ കട്ട് നടത്തിക്കൊണ്ട് പോകുന്നു ഒരു വിധത്തിൽ. ഷുഗർ കട്ട് ചെയ്യണോ ബാൻ ചെയ്യണോ ചെയ്തിട്ടുള്ളത്? അല്ല, ഏതാണ്ട് ബാൻഡാണ്. അത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്നെയൊക്കെ ഭയങ്കരമായി പ്രചോദിപ്പിക്കാൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേ മോട്ടിവേഷണൽ സ്പീക്കർമാരെ കേട്ടിട്ടുണ്ട്, കേട്ട് സന്തോഷിച്ചിട്ടുണ്ട്, അവരൊരു തമാശ എടുത്തിട്ടുണ്ട്. പക്ഷേ ലൈഫിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. എനിക്ക് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നിരാശ തോന്നുന്നത് ചില യൂട്യൂബേഴ്സിനെ കാണുമ്പോഴാണ്. രാവിലെ 5 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ ഞാൻ അടുക്കളയിൽ പോവും, പാല് കാച്ചും, പിന്നെ മുറ്റം ഇങ്ങനെ കിടക്കാനുള്ളൂ, ഞാൻ തൂക്കും. ഇങ്ങനെ സദാ പണി, 24 മണിക്കൂറും പണി ചെയ്യുന്നൊരു വീട്ടമ്മ. എത്ര സന്തോഷവതിയായിട്ട് അവരിയ്ക്കുന്നു. കുട്ടികളെ സ്കൂളിൽ അതും പലവിധ വിഭവങ്ങൾ പാക്ക് ചെയ്ത് വിടുന്നു. പല പല കളർഫുൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സുകളിൽ നിറയ്ക്കുന്നു. എത്രയോ വിഭവങ്ങൾ. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഇതൊന്നും. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതൊരു വലിയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറയുന്നത്. ചില മീൻസ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയും ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവുക എന്നുള്ളത് ആണ് സന്തോഷം. പക്ഷെ ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവുക എന്നുള്ളപ്പോൾ തന്നെ വലിയ തോതിലുള്ള റെസ്പോൺസിബിലിറ്റി അവരിലേക്ക് വരുവാണ്. അവരുടെ കാര്യം നോക്കണം, ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഒരു വീട്ടമ്മയായിക്കൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് കണ്ടന്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അതായത് ഭർത്താവിന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, കുട്ടികൾ നോക്കുന്നു, പിന്നെ ചുമ്മാ ഇരിക്കുന്നു. പക്ഷെ ചുമ്മാ രാവിലെ 10 മണി വരെ പണിയെടുക്കുന്നു, 10 മണി വരെ വൈകിട്ട് വരെ ചുമ്മാ ഇരിക്കുന്നു, ജീവിതം എൻജോയ് ചെയ്യുന്നു, ഭർത്താവിന്റെ അക്കൗണ്ടിലെ പൈസ എടുത്ത് ഷോപ്പ് ചെയ്യുന്നു. ചോയ്സ്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അതേസമയം സ്വതന്ത്ര ജീവിതം ആഗ്രഹിച്ച് സ്വതന്ത്രരായി അവസാനം നിരാശരായ മനുഷ്യരുണ്ട്. അപ്പോൾ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ആപേക്ഷികമാണ്. മനുഷ്യന്മാർ എന്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്? സ്വാതന്ത്ര്യത്തിലാണോ അതല്ല അടിമത്തത്തിലാണോ? അടിമത്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പാണെങ്കിലോ? തെരഞ്ഞെടുപ്പാണ്, ഓരോ മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ അത് അടിമത്തമാവോ? എനിക്കറിയില്ല. നമ്മളതിലെങ്കിൽ ജഡ്ജ് ചെയ്യണത് അടിമത്താവെന്ന് വെച്ചാൽ ഒരാൾക്ക് ചെയിൻഡ് ആയിട്ടിരിക്കുന്നതാണ് സന്തോഷം. മറ്റേ മുന്നറിയിപ്പ് സിനിമയിൽ മമ്മൂട്ടി ജയിലിൽ കിടക്കുന്നതാണ് സന്തോഷം, പുറത്തിറങ്ങുന്നതിനേക്കാൾ. അത് അയാളുടെ ചോയ്സാണ്. നമ്മൾ ഇപ്പം നേരത്തെ കഴിവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ മറുപടി പറയാനുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം നിറവേറ്റാനോ പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യത്തിലെത്താനോ വേണ്ടി ജീവിച്ചിരിക്കുന്ന പേഴ്സണലി അല്ല ഞാനങ്ങ് ജീവിച്ചിരിക്കുന്നു. ജനിച്ചു പോയില്ലേ? അതെ. അല്ല, സീരിയസ്ലി എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു മേഖലയിൽ എത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ദൗത്യം നിറവേറ്റി പൂർത്തിയാകാനോ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭാവം സത്യത്തിൽ എനിക്കില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഹാപ്പി ആയിരിക്കാനും പീസ്ഫുള്ളായിരിക്കാനും. ആഫ്റ്റർ ഓൾ പീസ്ഫുള്ളായിരിക്കാനും, സമാധാനത്തോടെ ഇരിക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പീസ്ഫുള്ളായിരിക്കുക മരിക്കുന്നവർ. അവിടെ ഡോപ്പമൈൻ ആവശ്യമില്ല, പീസ്ഫുൾ ആയിട്ടിരിക്കുക. അത് പക്ഷേ ഭയങ്കര പാടുള്ള കാര്യമാണ്. മനുഷ്യൻ പീസ്ഫുൾ അല്ല. എന്നെ ഒരു നിലയ്ക്കും നേരിട്ട് ബാധിക്കാത്ത വിഷയങ്ങളിൽ പോലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, ഞാൻ ഉറങ്ങാതിരിക്കുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും പീസ്ഫുള്ളായിരിക്കാൻ പറ്റുക, സമാധാനമായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് പലപ്പോഴും പറ്റാറില്ല, പറ്റുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഭയങ്കര സംഭവമായി കളയണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ ഭയങ്കരമായ വിപ്ലവം ഉണ്ടാക്കണം എന്നതിനെ മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് വൈ എന്ന ക്വസ്റ്റ്യൻ, എന്തിന് ജീവിച്ചിരിക്കുന്നു ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകമായ ഉത്തരം പറയാനൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പറ്റും, ട്രൈ പിന്നെ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ സന്തോഷ് ചുളുങ്ങനെയൊക്കെ പറയുന്ന പോലെ എത്ര ചെറിയതാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ കിടന്ന് എന്തിനിങ്ങനെ വഴക്കും തമ്മിത്തല്ലും കാര്യങ്ങളും സമരവും ബഹളവും എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വ്യക്തികളിലായിട്ട് വരുമ്പോഴേ ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ആ ഒരു മോട്ടിവേഷൻ നമുക്ക് വർക്കാവാൻ പറ്റുന്ന മോട്ടിവേഷൻ ഒരു പ്രശ്നമുണ്ട്. എന്തിനാണ് വഴക്കൂടുന്നതെന്ന് നമുക്ക് നെതന്യാഹുവിന് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ട്രംപിനോട് ചോദിക്കാൻ പറ്റും. അത് പോയിന്റാണ്. അവർക്ക് സമാനമായിട്ട് ചോദിച്ചൂടെ? ഇഷ്ടംപോലെ പൈസയുണ്ട്, അധികാരമുണ്ട്, അവർക്ക് സമാനമായിട്ട്. അപ്പോൾ ഈ ക്ലാഷസ് ഉണ്ടാവുക എന്നുള്ളത് അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്. സന്തോഷ് ജോർജ് കുളങ്ങര വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ക്ലാഷസ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചപ്പോഴും നടക്കില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പണ്ടത്തെ സംസാരവും ഇപ്പോഴത്തെ സംസാരവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ? എനിക്ക് ഇഷ്ടമല്ല. അതാണ് അതിൻ്റെ ഡോപ്പമിൻ കഴിഞ്ഞുകൊണ്ടാണ്. നമ്മളോട് കുറച്ച് പൈസ കടം മേടിച്ചു, തിരിച്ചു ചോദിക്കാൻ അയാൾ വരുമ്പോൾ ഈ വിശാലമായ ലോകത്തിൽ നമ്മളെന്തിന് ഈ പൈസയെ ചൊല്ലി കലഹിക്കുന്ന സഹോദരൻ ചോദിച്ചു അയാൾ കുത്തിന് പിടിക്കും. അപ്പം അത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പ്രൊഫഷനാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? യാത്രകൾ പോവുക, അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ലോകബാങ്ക് ഇന്ത്യക്ക് കടന്നു എന്ന് കരുതി ലോകബാങ്ക് പ്രസിഡന്റ് വിളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ച് തെറി പറയാ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആ ഡയലോഗ് പറഞ്ഞിരുന്നു. സർക്കാർ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്?
പൈസ കൊടുക്കാതാവുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പോവുക, അതിന് വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പ്രസംഗിച്ചത്. എനിക്ക് ആ ശ്രീനിവാസന്റെ ഡയലോഗ് ഓർമ്മ വന്നു. KSEBിന്റെ ദൂര സമയത്താണോ? അല്ലല്ല, ആശുപത്രിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയത് സപ്ലയേഴ്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് ക്ലാഷ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നില്ല. ക്ലാഷ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഞാനിപ്പോൾ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ടതില്ല എന്ന് കരുതി 8 മണിയുടെ സ്പെഷ്യലൈസേഷൻ ചെയ്ത് അവിടെ സംഘർഷമാണ്. എന്നെ കൂടെ തറക്കാൻ കഴിയുന്നതല്ല. ചോദിച്ച ചോദ്യം അജിംസിക്കായോട് തിരിച്ചു ചോദിച്ചാൽ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം. ജീവിതം ഒരു ജിസ് ജോയ് സിനിമയല്ല, അതാണ് എനിക്ക് പറയാനുള്ള ഒറ്റ വാക്ക്. ആരാധകർ എഴുതി തരണോ? ശാന്തരാണ്. പിന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എങ്ങനെ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയൊരു മോട്ടിവേഷൻ കോട്ട് കേൾക്കുന്നു, അതിൽ ഇൻസ്പയർ ആവുന്നു, അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിട്ട് ആരെങ്കിലും സ്വയം ജീവിതം മാറ്റിക്കളയാം, അങ്ങനെയല്ല അത്. അതായത് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും ബാധകമായ ഒരു സ്പീച്ചില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനും വ്യത്യസ്ത പ്രശ്നമാണ്. എൻ്റെ പ്രശ്നമല്ല ബാനുവിൻ്റെ, എൻ്റെ ആ പ്രശ്നമല്ല നിഷാദിൻ്റെ. നമ്മൾ 4 പേരും ജീവിക്കുന്ന 4 ജീവിതമാണ്. അപ്പോൾ അതിന് തുല്യമായൊരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു മരുന്നോ കാപ്സ്യൂളോ ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോന്ന് തന്നെയാണ്. പിന്നെ തിയറട്ടിക്കലി ചില സാധനങ്ങളുണ്ട്. പ്രശ്നങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഹെൽത്തി വേയിൽ എങ്ങനെ ഒരു ഇഷ്യൂനെ ഡീൽ ചെയ്യാം, വൈകാരികതയ്ക്ക് എങ്ങനെ അടിപ്പെടാതിരിക്കാം, ആക്കാനേ പറ്റൂ. അതാണ്. അല്ലാതെ എല്ലാവർക്കുമായിട്ടുള്ള ഒരു പരിഹാരം ആരുടെ കയ്യിലും ഇല്ല, പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. പരിഹാരം ഒരു സംഗതി ഇല്ല. ഹൗ ടു ഒരു വേ നിർദ്ദേശിക്കാം. നമുക്കിപ്പോൾ നിങ്ങൾ വൈകാരികതയ്ക്ക് അടിപ്പെടരുത്, ഒരു പ്രശ്നമുണ്ടാവും, വൈകാരികത അടിപ്പെട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതൊരു പോയിന്റ് ആണല്ലോ. നിങ്ങൾ അക്ഷോഭ്യനായി നിൽക്കണം, ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ നമ്മൾ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണ്ടേ? കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, ചില സാഹചര്യങ്ങളിൽ അതൊക്കെ അത് വേണ്ടി വരും. അല്ല, പക്ഷേ വൈകാരികത എന്നുള്ള സംഗതിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മറികടക്കാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സെക്കൻഡ് തോട്ട്. അതാണ്. വികാരപരമായി നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണങ്ങാത്ത മുറികൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വൻ ഡാമേജ് ഉണ്ടാക്കും, പിന്നെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആലോചിച്ചും ഒരു സെക്കൻഡ് തോട്ട് എടുത്തും കുറച്ചുകൂടി വെള്ളം കുടിച്ചിട്ട് വന്നിരുന്ന് ആലോചിച്ചാൽ പരിഹാരം ഒരുപാട് കിട്ടും. എന്നാലും കുഴപ്പമില്ല, ഉറങ്ങി എഴുന്നേറ്റ് തീരുമാനിച്ചാൽ. ഉറങ്ങുക എന്നുള്ളത് വൈകാരികതയ്ക്ക് അടിപ്പെടാതിരിക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ്. ഭക്ഷണം കഴിക്കാൻ നല്ലതാ. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്നില്ലല്ലോ, പിന്നെ ഉണർന്ന് ഡീൽ ചെയ്താൽ മതിയല്ലോ. ബാനു, ഉറക്കം നല്ലൊരു ഹീലിംഗ് പ്രോസസ് ആണ്, ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്ന പ്രോസസ് ആണ് ഉറക്കം. ഭക്ഷണം അതുപോലെയാ. എനിക്ക് എന്തെങ്കിലും ഭയങ്കര ഇമോഷണൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കും. സ്ത്രീകളും അങ്ങനെയാണ്. ഐസ്ക്രീം കഴിക്കുന്നവരുണ്ട്. നല്ല ഭക്ഷണം കിട്ടിയാൽ കുറച്ച് ഓക്കെയാ. എനിക്ക് ഉറക്കമാണ് എൻ്റെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് അജിംസിക്കാട് എങ്ങനെ ഒരു എന്തെങ്കിലും ഡിസ്റ്റർബിംഗ് ആയിട്ട് ഒരു ബാഡ് ഡേ ആണ്? ഒറ്റയ്ക്കിരിക്കണം. ഞാൻ ഒരു കേവ്മാനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പ്രശ്നം വന്നാൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. ഭയങ്കരമായിട്ട് എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് കിട്ടൂല നമുക്ക്. അതൊക്കെ നമുക്ക് ലക്ഷറിയാണ് ആക്ച്വലി മീറ്റ് ചെയ്യും. അത് ലോകത്തെല്ലാ മനുഷ്യന്മാരുടെയും കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? വെറുതെ ചുമ്മാ ഇരിക്കുക. എന്താ ചെയ്യാന്ന് ചോദിച്ചത് പോലെ ഉണ്ട്. വെറുതെ ഇരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞാൻ വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ലോക്ക് ചെയ്തിട്ട് ഡോറൊക്കെ അടച്ച് എന്ന് ഉറപ്പാക്കി ഞാൻ ചുമ്മാ ഇരിക്കും. പാട്ട് പോലും വെക്കില്ല, സിനിമ കാണില്ല, ഫോൺ നോക്കില്ല, വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കും, ചുമ്മാ കിടക്കും. എനിക്ക് ഫ്രണ്ട്സിലെ ജയറാമിന് ഓർമ്മ വന്നു. നമ്മളൊക്കെ ഒരു ടൈമിൽ ജോസഫ് അന്നംകുട്ടി ജോസ് ഒരു ട്രെൻഡിങ് ആയിരുന്നു. ആളുടെ ഡയലോഗുകളും ആള് പറയുന്നതും എഴുതുന്നതും എല്ലാം ഭയങ്കര ദൈവത്തിന്റെ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ സോറി ജോസഫ് അന്നംകുട്ടി ജോസ്, ദൈവത്തിന്റെ ചാരന്മാർ. ആളുടെ പഴയ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ബ്രേക്കപ്പ് ഈസി വേക്കപ്പ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ കാര്യമാണോ അത്? ഒരിക്കലുമല്ല. കാരണം ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ട്രോമയാണ്. ആ ട്രോമ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ, അല്ലാണ്ട് വേക്കപ്പ് കോളേ അല്ല ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അയാളുടെ പറഞ്ഞത് ഇത് നിന്റെ ചാൻസാണ്, ഈ മുറിവിലൂടെയാണ് പ്രകാശം കടന്നു വരുന്നത് റൂമി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. മുറിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോമയാണ്. അതിലൂടെ ഇനി വെളിച്ചല്ല വേറെ എന്ത് കടന്നു കാര്യമില്ല. അത് ഉണങ്ങിയിട്ട് അത് ഹീൽ ചെയ്തിട്ടേ ആ പെയിൻ മാറൂ. അല്ലാതെ അതിലൂടെ വെളിച്ചം കടന്നു നിന്റെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാവുന്നു. ഈ റൂമിയാണ് മിക്കവാറും ഈ ബ്രേക്കപ്പിന്റെ സമയത്ത് കൂട്ടി. അപ്പൊ ഈ മുറിവിന്റെ അകത്തോടെ ഒരാൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്, വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാൾ പെയിനിലാണ്, യെസ് ആ പെയിനാണ്, അത് റിയലാണ്, അത് മാറും എന്നാണ് അയാളോട് പറയേണ്ടത്. അല്ലാണ്ട് ഈ പെയിൻ നിനക്ക് മറികടക്കാൻ പറ്റും, നിന്റെ കുഴപ്പം കൊണ്ടാണ് നിനക്ക് വേദനിക്കുന്നതെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ചില സമയത്ത് അയാൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആത്മീയതയുമായി വരുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും അതിലൊരു റിലീജിയൻ കലർത്തി ഒരു
സാധനം മുന്നോട്ട് വെക്കുന്നവരുണ്ട്. ഖുർആൻ അതിനെപ്പറ്റി കോട്ട്, ഭഗവത്ഗീത, ബൈബിൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വേദഗ്രന്ഥങ്ങൾ കൂട്ടി ചെയ്യുക, മതങ്ങളിലെ കാര്യം പറയാമെന്ന്. കാരണം വിശ്വാസികളായ ആൾക്കാർക്ക് ഈ മോട്ടിവേഷനുമായിട്ട്, കാരണം വെച്ചാൽ വിശ്വാസികൾക്ക് ദൈവവുമായിട്ട് സംസാരിച്ച് തന്നെ മോട്ടിവേഷൻ കിട്ടാതെ ആയിരിക്കുമ്പോഴാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിലേക്ക് വരേണ്ടി വരുന്നത്. എന്ത് അവർ ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മോട്ടിവേഷൻ ആണല്ലോ ഇത്ര ആളുകളിലേക്ക് വരിക. പക്ഷെ ഇവരെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുറുക്കു വിദ്യയാണ് ഈ മതങ്ങൾ, വേദങ്ങളൊക്കെ കോട്ട് ചെയ്യുക എന്നുള്ളത്. അവരുടെ പിന്നെ വൻ ഫാൻ ബേസ് ആയിരിക്കും. ഈ ഫിലിപ്പ് അമ്പാട്ട് വൻ ഫാൻ ബേസ് ഉണ്ട്. ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായ വാർത്തയുടെ കമൻറ്റുകൾ പോയി നോക്കിയാൽ മതി. ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല, ഇദ്ദേഹം ആരോ കുടുക്കിയതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുണ്ട് ഇപ്പോഴും. അത് മറ്റേ റിലീജിയസ് കണക്ട് ആണ്. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ വീണ് പോവുക. അവരെ അന്ധമായിട്ട് വിശ്വസിക്കുക. അത്തരം ആൾക്കാരാണ് വളരെ അന്ധം. മാരിയോ എന്ന് പറഞ്ഞിട്ടൊരു ദമ്പതികൾ ചാലക്കുടിയിലുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു. അവരും മതത്തെയാണ് ഉപയോഗിക്കുക, ബൈബിൾ അത് കോട്സ്. വൻ രസമായിരുന്നു കേട്ടോ. നിങ്ങൾ എങ്ങനെ ഭർത്താവിനെ അടിപ്പെട്ട് ജീവിക്കണം എന്നുള്ളായിരുന്നു മെയിൻ പരിപാടി, പഠിപ്പിക്കൽ. അവസാനം അവർ ചെലവ് വെച്ച് ഭർത്താവിനെ എറിയായിരുന്നു. സീരിയസ്ലി, ഞാൻ തമാശ പറയല്ല. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഭർത്താവിനോട് പെർമിഷൻ മേടിച്ച് പുറത്തു പോകണം, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം, ഭർത്താവാണ് കൺകണ്ട ദൈവം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് മറ്റേ കക്ഷി തലപൊട്ടി അവരാ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി, ഭർത്താവിനെ അടിപ്പെട്ട് ജീവിക്കുക. ചളി അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ചളിയാണ്. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആൾക്കാർ അതൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പറയേണ്ടത് എന്താണ്, ഇന്ന് എന്ത് സംഗതി ഇറക്കിയാലാണ് ഹിറ്റ് ആവുക, എവിടെയാണ് ആൾക്കാർ ഹുക്ക് ആവുക, അതൊക്കെ അവരും പ്ലാൻ ചെയ്തിട്ടാണല്ലോ അല്ലേ. അപ്പോൾ ആ സംഗതിക്കകത്ത് അത്രയും ആത്മാർത്ഥത പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ മറ്റേ മോട്ടിവേറ്റർ പോലെ നടന്ന് ഏറ്റവും എത്ര സ്പീഡിൽ നടന്ന് പറയാൻ പറ്റുമോ അത്രയധികം വ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പുള്ളിൻ്റെ. ഓർക്കുന്നില്ലേ മറ്റേ കനേഡിയൻ എന്ന് പറഞ്ഞ യെസ് നടന്ന് ആൾക്കെതിരെ ഒരുപാട് ട്രോള് വരുന്നുണ്ട്. നടന്ന് ഓടിപ്പോയി ഉറങ്ങി കൂർക്കം വലിക്കും അവസാനം. കക്ഷിയാണ് ഞാൻ പറഞ്ഞത്, നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് പിന്നെ പല റീലുകളിലൊക്കെ കേൾക്കാറുണ്ട്. അത് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ആദ്യമൊക്കെ അയാളുടെ കണ്ടന്റ് അതായിരുന്നില്ല. പുള്ളി എന്താ NRI ലൈഫിനെ കുറിച്ച് പറയുക, കാനഡയിലെ ജീവിതത്തെ കുറിച്ച് പറയുക. കാനഡയാണോ US ആണോ എനിക്കറിയില്ല. ആണ്. അപ്പോൾ അവിടുത്തെ ഉള്ള എന്താ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ഒരു ഘട്ടത്തിൽ എപ്പോഴോ ഈ സംഗതി നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തോടെ, അന്നൊക്കെ കുറെ എന്തോ വാചകം പറഞ്ഞ് ഹിറ്റായി. റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പുള്ളി കൂടുതലും പറയുന്നത്. മുടി കുറഞ്ഞ ഒരാളാണ്. മുടി കുറഞ്ഞല്ല, മുടിയില്ല പുള്ളിക്ക്. യെസ്, ഞാൻ ഇടയ്ക്ക് റീലുകൾ കാണുന്നുണ്ട് ഇയാള്. അതൊരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതല്ല. നിങ്ങളെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാരും കൂടുതൽ നിൽക്കുന്നില്ല, നിങ്ങൾ അവരെ വിട്ടുകളഞ്ഞിട്ട് ഓടിപ്പോകുക എന്നല്ലാതെ നിങ്ങൾ ലാൽ ജോസിന്റെ ശബ്ദത്തിൽ പറയാ. ലാൽ ജോസിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന പുള്ളി അങ്ങനെ നല്ല മോട്ടിവേഷൻ തരും കേട്ടോ. പുള്ളി ഇങ്ങനെ പറയും. ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടത് ഈ പ്രപ്പോസലിന്റെ, നിങ്ങളെ ആരും പ്രപ്പോസ് ചെയ്തില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എന്താ വഴിയെ നമ്മൾ ഇറങ്ങുമ്പോൾ എത്രയോ കാറുകളുണ്ട്, എത്രയോ കാറുകൾ ആളുകൾ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞ് റോൾസ് റോയ്സ് ആരെങ്കിലും പെട്ടെന്ന് കയറി സ്വന്തമാക്കുമോ? അപ്പോൾ നിങ്ങളെ വാങ്ങാനുള്ള ആൾ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്, വരും എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടമായില്ല. 100 കാറ് കാണുന്നു. 100 കാറ് കാണുമ്പോൾ അതിലൊരു കാർ ഇടിച്ച് നിങ്ങൾ മരിച്ചില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. അങ്ങനെ പോസിറ്റിവിറ്റി ആണോ? അങ്ങനല്ല, റിലേറ്റബിൾ കണ്ടന്റ് ആണ് ആള്. മോട്ടിവേഷൻ ആണോ ശരിക്കും ഉദ്ദേശം? ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ സകല കെടുതി കണ്ടന്റും റിലേറ്റ് ചെയ്യാൻ ബാനുവിന് പറ്റുന്നുണ്ടെന്നുള്ളത് ചെറിയ കാര്യമല്ല. എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളെ ആരും വാങ്ങാൻ വരുന്നില്ല എന്നുള്ളതൊക്കെ ഇവക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനല്ല, നമ്മള് അങ്ങനൊന്നും ചോദിക്കല്ലേ, എന്നെ തളർത്തുന്നു. ഞാൻ ചിലപ്പോൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ തോന്നും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തോന്നി ഇവനത് ഇഷ്ടപ്പെട്ടു എന്ന്, പിന്നെ അത് കൊണ്ടുവന്ന് ചാടിച്ചു കളയും. അതുകൊണ്ട് ഞാൻ മനപ്പുറം തട്ടിക്കളയും. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാ, ലൈക്ക് ചെയ്യാതിരുന്നാ മതി. എന്റെ ഈ കണ്ടന്റിന്റെ പ്രശ്നം, എനിക്ക് ഔപചാരികമായി സംസാരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഞാൻ പോവുകയില്ല. ഇപ്പൊ ഈ പറഞ്ഞ മോട്ടിവേഷൻ, അവരൊക്കെ ഒരു ഔപചാരികതയോടെ സംസാരിക്കുക. എനിക്ക് ഓർഗാനിക്കായിട്ട് സംസാരിക്കുന്ന മനുഷ്യരോടും അത്തരം വീഡിയോയെ കാണാൻ പറ്റുള്ളൂ, എനിക്ക് അല്ലാതെ പറ്റില്ല. ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരൊരു ഭാഷ ക്രിയേറ്റ് ചെയ്യും ഓരോരുത്തർ സംസാരിക്കാൻ, എന്നിട്ട് അവർ ആ വഴിക്കാണ് സംസാരിക്കുക. അതിനിടയ്ക്ക് ചില സംഗതികൾ കൊണ്ട് ചേർക്കും. ഷിബുദിനം പിന്നെ ഒരു ഫൺ എലമെന്റ് ആണ്. അത് കേട്ടിട്ട് ഷിബുദിനം ഫൺ എലമെന്റ് അല്ല, ആള് കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഹൈപ്പ് പോയി, ആ സംഗതി പോയി. അതിനകത്തൊരു തമാശ, എല്ലാവരും മലയാളികളും തമാശ കണ്ടുള്ളൂ. അത് ചെക്കൻ പറഞ്ഞ കേട്ടിട്ട് മൊത്തം രാവിലെ എഴുന്നേറ്റ് വീട് പൂർത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടല്ലോ. ഒരു പയ്യൻ വന്നിട്ട് ഭയങ്കര ഔപചാരികമായി നമ്മളിപ്പോൾ AI പ്രോംപ്റ്റ് പറയുന്ന പോലെ പറയുകയാണ്. അതിൻ്റെ രസമാണ് അതിനകത്തുള്ളത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ നന്മ നിറഞ്ഞ പ്രഭാഷണം കേട്ട് നമുക്ക് ബോറടിക്കും സ്വാഭാവികമായിട്ടും. ആ ബോറടിയാണ് അത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നന്മ മാത്രം കേട്ടോണ്ടിരിക്കുക. ശരിക്കും സിനിമയിൽ നിന്ന് നമുക്ക് അങ്ങനെ കുറച്ചും കൂടി എനിക്കൊന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സിനിമകൾ നമ്മളെ കണക്ട് ചെയ്യും. പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ആ സിനിമ നമ്മളൊക്കെ തുടക്കം കണ്ട് മോട്ടിവേറ്റഡ് ആയൊരു സിനിമയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ടോ?
അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഐഡിയോട് തന്നെ എനിക്ക് എതിർപ്പാണ്. അല്ല മോട്ടിവേഷൻ അല്ല, അങ്ങനെ ഞാൻ നമുക്ക് സത്യം ഫീൽ ഗുഡ് കണ്ട ആയിട്ട് ധാരാളം സിനിമകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വിനോദയാത്ര, എനിക്ക് അളിയൻ്റെ ജീവിതം കണ്ടു പഠിക്കണം, അങ്ങനെ മോട്ടിവേറ്റഡ് ആവുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് അളിയനോടൊപ്പം 2 ആഴ്ച നിന്ന അളിയൻ്റെ ജീവിതം കണ്ടു പഠിക്കണം, ജീവിതം പഠിക്കാമെന്ന് പറഞ്ഞ് പെൻ പേപ്പർ എടുത്ത് എഴുതി. സിനിമ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ സുൽത്താന? സിനിമ മോട്ടിവേറ്റ് ചെയ്യാറില്ല, കാണുക, വിടുക. ചില Enjoy ഉള്ളിൽ കിടക്കും എന്നല്ലാണ്ട് നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാനൊന്നും എന്നെ ശരിക്കും അങ്ങനെ മോട്ടിവേറ്റ് ചിന്തിക്കാൻ എൻ്റെ പോകില്ല. സുഹൃത്തുക്കളോ പരിചയക്കാരൊക്കെയാണ്. കഴിവുള്ളവനോട് കഴിവില്ല എന്ന് തുറന്നു പറയുന്നവനാണ് കഴിവും കഴിവുകേടുമല്ല, നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്ത്തും മനസ്സിലാകുന്ന നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അവരിൽ നിന്നാണ് ഞാൻ മോട്ടിവേറ്റഡ് ആവുക. അവർ തന്നെ നമ്മൾ വിമർശിക്കും, നീ ചെയ്ത് ശരിയല്ല, നീ അവിടെ ഇരുന്ന് കൊണയടിച്ച് ശരിയായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നീ എന്താ പറഞ്ഞത്? അപ്പോൾ നമ്മളൊന്നുകൂടെ റീത്തിങ്ക് ചെയ്യും, ശരിയാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാറ്. ബട്ട് ഐ ഡോണ്ട് ഹാവ്, സുഹൃത്തുക്കളെ ഇല്ല, ആകെ ചുമ്മാ സീരിയസ്ലി ഇല്ല, അത് സീരിയസ്ലി ഇല്ല. അങ്ങനെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പരിചയക്കാർ, അടുപ്പക്കാർ, ഗ്യാങ്ങിലുള്ളവർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നവരാരും മോട്ടിവേറ്റ് ചെയ്യുന്നത്, എനിക്ക് സ്വന്തമെന്ന് തോന്നുന്ന അജിംസിനോട് അസൂയ തോന്നരുത്, അതെൻ്റെ എക്സ്ട്രീം പേഴ്സണൽ കാര്യമാണല്ലോ. അത് പറയാൻ അങ്ങനെ ഒരാളില്ല. അങ്ങനെയല്ല, എനിക്കൊരു അജിംസ് ഇന്ന് ഗംഭീരം, എനിക്ക് അയാളുടെ അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അടുപ്പമുള്ള പറയാൻ പറ്റുള്ളൂ. അത് പ്രശ്നമുണ്ടോ? അങ്ങനെ രക്ഷയില്ല. ഇനി അങ്ങനെ തോന്നുമ്പോ വീട്ടിൽ എന്നോട് വൈഫായിട്ട് തന്നെ ഒന്ന് വഴക്കുണ്ടാക്കി, പറഞ്ഞോളാൻ വീട്ടിൽ വൈഫായിട്ട് വഴക്കാണ്, ആകെ പാടം മൂഡ് ഓഫ് ആണ് എന്ന് പറയണമെങ്കിൽ ആളുണ്ടാവുമല്ലോ. അല്ല, അതെനിക്കൊരു അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല. അങ്ങനെ ഒരാളെ ബിൽഡ് ചെയ്യണമല്ലോ, കണ്ടെത്തണമല്ലോ എന്നുള്ള നിരാശയൊന്നും എന്നെ ബാധിക്കാറില്ല. എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഒറ്റയ്ക്കാണ് എന്നെനിക്ക് തോന്നി. മാക്സിമം അതിൽ എൻ്റെ മീ സ്പേസിലാണ് മാക്സിമം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇടക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്ന ആത്മബന്ധമുള്ള സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അവരോട് ഞാൻ നിരന്തരമായി സംസാരിക്കാറൊന്നുമില്ല. 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരെയുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന, തിരുത്തുന്ന ആൾക്കാരെ ഉണ്ടാക്കാൻ എനിക്ക് ഇത്രയും കാലം കൊണ്ട് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് പറ്റാഞ്ഞത്? എനിക്ക് തോന്നിയിട്ടില്ല. അത് എല്ലാവർക്കും നിർബന്ധമല്ലെന്ന് എൻ്റെ പോയിന്റ്. അങ്ങനെ വേണമെന്നില്ല, പക്ഷെ ഉള്ളതെന്നല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വൃന്ദം എന്ന് പറയുന്നത് കസിൻസാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും നമ്മളെ ചീറ്റ് ചെയ്യില്ല, ഒരിക്കലും നമ്മളെ കുഴപ്പത്തിലാക്കില്ല. ഓഹോ, ഇവിടെ കേട്ടാരും അവിടെയും പറയുമല്ലോ. അങ്ങനെയല്ല. മറ്റൊന്ന്, നമ്മൾ അവരോടൊപ്പം സേഫ് ആയിരിക്കും. നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇവരൊപ്പം ഞാൻ കളിച്ചു വളർന്നതാണ്, ചെറുപ്പം മുതലേ കളിച്ചു വളർന്നതാണ്, ഇന്നും എൻ്റെ സുഹൃത്തുക്കളാണ്. അത്രേ ഉള്ളൂ. ഒരു പ്രപഞ്ച സത്യമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്കല്ല. അങ്ങനെയല്ല. ആ, അങ്ങനെയാണ്. ഓരോരുത്തരെയും നല്ല 8-ന്റെ പണി തരുന്ന depend കസിൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഇപ്പൊ എന്തായാലും കമന്റ്സിൽ വരും, പിന്നെ എന്തിനാ മുത്തേ ഞങ്ങളൊന്നും ചോദിച്ചോണ്ട്. നിഷാദിന് സുഹൃത്തുക്കളില്ല എന്ന് കേട്ടു, അതെ. നമുക്ക് സൗഹൃദം തുറയ്ക്കാൻ. മറ്റേ AI സംഗതികളില്ലേ, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കാണ് ഗൈസ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, കോട്ടയത്താണ് വീടെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ പടം ഇങ്ങനെ AI ഉണ്ടാക്കി ഹോസ്പിറ്റലിലാണ്, താഴെ കൂട്ടിരിക്കാൻ ആരുമില്ല. താഴെ നമ്പറൊക്കെ പോസ്റ്റ് ചെയ്യും ആൾക്കാർ. യെസ്. അത്രയും സ്നേഹവാത്സല്യമുള്ള മനുഷ്യന്മാരുള്ള നാടാണ് കേരളം. അത് ഞാൻ സീരിയസ് പ്രശ്നമായിട്ട് പറഞ്ഞിട്ടോ, എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, എനിക്ക് അതിൻ്റെതായ ലോൺലെസ് ഉണ്ട്, എനിക്ക് അതിലൊരു ഏകാന്തതയുണ്ട്. അല്ല, അത് നമ്മൾ കണ്ടെത്തുന്നതല്ലോ, ഗ്രാജുവലി സംഭവിക്കുന്നതല്ലേ നല്ല അങ്ങനെ കൂട്ടുകാർ. ഉണ്ടാകുന്നതിന് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ഓപ്പൺനെസ് ഉണ്ട്, നമ്മളുടെ ഒരു നീഡ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം അത്. പിന്നെ എന്നാലും എനിക്ക് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അതിജീവിക്കും എന്നുള്ളൊരു സംഗതിയല്ല. എനിക്ക് ലോകത്തെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. എന്ത് പണി കിട്ടിയാലും ലോകത്ത് രണ്ടാമതൊരു മനുഷ്യനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേറെ ആരും വരില്ല എന്നാണ് എൻ്റെ വിചാരം. വേറെ മനുഷ്യനല്ല, ഒരു ആൾക്കൂട്ടം നമ്മളെ അത്ര ഒരുപാട് എക്സ്പീരിയൻസും എനിക്കുണ്ട്. ഞാൻ എപ്പോഴും ഈ സൊസൈറ്റിയിലും കാലമാണ് ഏറ്റവും മികച്ച മോട്ടിവേറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടൈം. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു ക്രൈസിസിൽ പെട്ടു, ആ ക്രൈസിസിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മളെ ആരും സഹായിക്കുന്നില്ലല്ലോ, നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ എന്ന് തോന്നും. പക്ഷെ ടൈം ഭയങ്കര ഒരു ഹീലറാണ്. ടൈം ഭയങ്കര ഒരു മോട്ടിവേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ട്. സമയത്തോളം മികച്ച ഒരു മോട്ടിവേറ്റർ വേറെ ഒന്നുമില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. സമയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. കുറേ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളിത് കടന്നു വന്നല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇത് ചെയ്തത് എന്നൊക്കെ തോന്നി നമുക്ക് നമ്മളോട് തന്നെ നമ്മളെ തന്നെ തോളി തട്ടി അഭിനന്ദിക്കും. അങ്ങനെയൊക്കെ സമയം ഉണ്ടാവും. അത് സമയത്തോളം മികച്ചൊരു ഹീലിംഗ് വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ക്രൈസിസിൽ പെടുന്നു, നമ്മളതിനെ അതിജീവിക്കുന്നു. നമുക്കതിന് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ആവശ്യമില്ല. മനുഷ്യ ജീവിതം സ്വയം ബൈ ഡിഫോൾട്ട് ഇൻബിൽറ്റ് ചില മെക്കാനിസം നമുക്കുണ്ട്, ചില പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞു എന്നൊരു സംശയം എനിക്കിപ്പം, അല്ലേ? നമ്മൾ കുറേ മോട്ടിവേഷൻ സ്പീക്കർമാരെ പേരെടുത്ത് പറഞ്ഞു, കുറ്റമൊക്കെ പറഞ്ഞു, ഡൗട്ട്. അങ്ങനെ അല്ല, ഇതിലൊരു കുറ്റമൊന്നുമില്ല. ഇവര് പറയുന്നത് കേൾക്കാൻ നല്ല രസ, സത്യത്തില് നമ്മള് അത് അംഗീകരിക്കുന്നല്ലേ. പക്ഷെ അത് മോട്ടിവേഷൻ ആളുകൾ അവരെ കേൾക്കുന്നത് മോട്ടിവേഷന് വേണ്ടി മാത്രമല്ല, എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി കൂടിയാണ്. പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഭാഷണം കേൾക്കുന്ന പോലെ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിഷാരടിയുടെ പ്രസംഗം കേൾക്കാം. പിഷാരടി ഭയങ്കര സോഷ്യൽ ക്രിട്ടിക്കാണ്, സാമൂഹ്യ നിരീക്ഷണം. സാമൂഹ്യ നിരീക്ഷണം. പക്ഷെ നമ്മൾ അയാളെ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി അല്ല അയാളെ കേൾക്കുന്നത്, അയാളെ രസമാണ് കേട്ടിരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പിഷാരടി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, സൊസൈറ്റി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇപ്പം നിഷാ പറഞ്ഞ കാര്യം പിഷാരടി ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ഈ
കൂട്ടിരിക്കാൻ ആരുമില്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് പോസ്റ്റ് ഇടുമ്പോൾ AI ആണ് പോസ്റ്റ്, ചേച്ചിയും AI ആണ്. അടിയിൽ പോയി കമൻറ്റ് ചെയ്യുന്ന അമ്മാവന്മാരുടെ പിഷാരോട് പറയാം, അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അത്രമാത്രം ആണ് സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരായിരിക്കും. താഴെ പോയിട്ട് ഞാൻ വരാൻ കുട്ടി എന്ന് പറയുന്നു, നമ്പർ ഇട്ട് കൊടുക്കുന്നു. കക്ഷി നല്ല നിരീക്ഷണമുള്ളതാണ്, നല്ല തമാശയിൽ നല്ല രസപരമായിട്ട് പറയുകയും ചെയ്യും. അത് കേൾക്കാനുള്ള രസമുണ്ട്, അതിൽ അപ്പുറത്തേക്കുള്ള ഒരു സംഗതി അതിനകത്തില്ലെന്ന് തോന്നുന്നു.